ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ 98ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുമ്പത്തെ ക്ലാസ്സിലുമായിട്ടാണ് വ്യഞ്ജനസന്ധി പഠിച്ചു തുടങ്ങിയത് അല്ലേ. അപ്പോൾ വ്യഞ്ജനസന്ധിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. അതിൽ നമ്മൾ ജസ്തുസന്ധി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ജസ്തുസന്ധി അല്ലെങ്കിൽ ജസ്തു നിയമ അത് പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമുക്ക് പഠിക്കുകയാണെന്ന് ഷ്ടുത്വ നിയമ. എന്താണ് ഷ്ടുത്വ നിയമ അല്ലെങ്കിൽ ഷ്ടുത്വസന്ധി? അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അന്ന് പറഞ്ഞ ഓരോന്നിനും ഓരോ സൂത്രങ്ങളുണ്ട്, അതനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അത് ഏതാണ്? ഇതിന് ഷ്ടുത്വ നിയമത്തിന് സൂത്രമാണ് ഷ്ടുനാഷ്ടുഹു. എന്താണ് ഷ്ടുനാഷ്ടുഹു? ഷ്ടുന എന്ന് പറഞ്ഞാൽ സ്തോഹോ ഷ്ടുനായോഗേ ഷ്ടുഹു സ്യാത്. സ്തോഹോ എന്ന് പറഞ്ഞാൽ എന്താ? സ്തോഹോ സകാര തവർഗയോഹോ. സകാരം എന്ന് പറഞ്ഞാൽ സ, തവർഗം താഥ ദാഥ ന അല്ലേ. സകാര തവർഗയോഹോ, സകാര തവർഗങ്ങൾക്ക് ഷഷ്ടി ദ്യോജനമാണ്. ഷ്ടുനായോഗേ ഷ്ടു ഷകാര ടവർഗം, അതിനോട് യോഗം വരുമ്പോൾ ഷ്ടുഹു ആകുന്നു എന്നാണ്. അപ്പോൾ സ്തോഹോ ഷ്ടുനായോഗേ ഷ്ടുഹു സ്യാത്. സകാര തവർഗയോഹോ ഷകാര ടവർഗാഭ്യാം യോഗേ ഷകാര ടവർഗൗ സ്തഹ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ നോക്കാം. സ്തോഹോ എന്ന് പറഞ്ഞാൽ സകാര തവർഗങ്ങൾ, ഷ്ടുഹു എന്ന് പറഞ്ഞാൽ ഷകാര ടവർഗങ്ങൾ. അത് രണ്ടും ചേരുമ്പോൾ ഷ്ടുഹു തന്നെ ആകുന്നു എന്നാണ്. അപ്പോൾ ഉദാഹരണം അല്ലെങ്കിൽ അത് അതിൻ്റെ ഒന്ന് ഇതായിട്ട് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇതാണ് സ്തോഹോ എന്ന് പറയുമ്പോഴത്തേക്ക് സകാര തവർഗങ്ങൾ, സകാര ത ഥ ദ ഥ ന, ഇത് ഇത്രയാണ് സ്തോഹോ, അതായത് സകാര തവർഗയോഹോ, സകാര തവർഗങ്ങൾക്ക്. ഷ്ടുനായോഗേ ഷ്ടു ആയി അതിനോട് ചേരുമ്പോൾ, ഷ്ടു എന്ന് പറയുമ്പോൾ ഷകാര ടവർഗങ്ങൾ. അപ്പോൾ ഷകാരം പിന്നെ ടകർന്ന് ടാ ഠ ഡ ഠ ണ, ഇത്രയുമായി ചേരുമ്പോൾ ഇത് തന്നെ ആയിത്തീരുന്നു എന്നാണ്. അപ്പോൾ ഉദാഹരണം സ വരുമ്പോഴത്തേക്ക് സായും ഇതുമായിട്ട് ചേരുമ്പോൾ എന്താവും? ഈ ഷ തന്നെ ആയിത്തീരും. തായും ടായും ചേരുമ്പോഴത്തേക്ക് എന്തായി? തായ് ആയിത്തീരും. ഠായും ഠായുമായി ചേരുമ്പോൾ ഠായ് ആയിത്തീരും. ഡായും ഡായുമായി തീരുമ്പോൾ ഡായ് ആയിത്തീരും. ഠായും ഠായുമായി തീരുമ്പോൾ ഠായ് ആയിത്തീരും. നായും നായുമായി തീരുമ്പോൾ നായ് ആയിത്തീരും. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ സ്തോഹോ ഷ്ടുനായോഗേ ഷ്ടുഹു സ്യാത്. സകാര തവർഗയോഹോ ഷകാര ടവർഗാഭ്യാം യോഗേ ഷകാര ടവർഗൗ സ്തഹ എന്നാണ്. അതിൻ്റെ ഉദാഹരണത്തിലൂടെ നമുക്ക് കൂടുതൽ പഠിക്കാം. ഉദാഹരണം നോക്കിക്കോളൂ. രാമസ് പ്ലസ് ഷഷ്ട. രാമസ്. അപ്പോൾ ഇവിടെ സ് വന്നു, ഇവിടെ ഷ അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് എങ്ങനെയാണ്? സകാര ഷകാരം, സായി വന്നു ഷായി വന്നു, ഇത് രണ്ടും ചേരുമ്പോൾ ഇതെന്തായി മാറും? ഇത് തന്നെ ആയിത്തീരുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ നോക്കാം നമുക്ക്. അതേ രാമസ്. അപ്പോൾ രാമ, ഇത് ഈ സ് എന്തായി മാറും? ഷ് ആയി മാറും. രാമഷ് പ്ലസ് പിന്നെ ഇത് അതുപോലെ തന്നെ ഷഷ്ട. രാമസ് പ്ലസ് ഷഷ്ട ചേർത്ത് പറയുമ്പോൾ രാമഷഷ്ട എന്നായി. രാമഷഷ്ട. എത്ര ഷാവെന്ന് നോക്കൂ. ഇവിടെ ഒരു ഷാവുന്നു, ഇവിടെ ഒരു ഷാവുന്നു, ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പം രാമഷഷ്ട. അടുത്തതും അതുപോലെ തന്നെ. ഇവിടെ സ്, ഇവിടെ ഷ. അപ്പം സ് എന്തായി മാറും? ഷായായി മാറും. ദേവഷ് പ്ലസ് ഷഷ്ട ചേർത്ത് പറയുമ്പോൾ ദേവഷഷ്ട എന്നായി. മനസ്സിലായി? ഇനി അടുത്ത് നോക്കൂ. തത് പ്ലസ് ടീക. അവിടെ തകാരമാണ്. ഇവിടെ തായ്. ഇവിടെ നോക്കൂ. ത വന്നു. അത് ഏതുമായിട്ട് ചേരുന്ന? ത
ടായുമായി ചേരുമ്പോൾ ഈ ടായ തന്നെ ആയിത്തീരുന്നു എന്നാണ്. അപ്പോൾ താത്ത് തട്ട് ആയി. ഈ താ മാറി ഇത് വന്നു. തട്ട് പ്ലസ് ടീക ചേർത്ത് പറയുമ്പോൾ തട്ടീക. മനസ്സിലായില്ലേ? ഇതാണ് എന്ത്? ഷ്ടുത്വ നിയമം. ഷ്ടുത്വ നിയമം എന്ന് പറയുന്നത്. ഇനി വേറൊരു ഉദാഹരണം. ഉദ് പ്ലസ് ഡയതെ. ഉദ് ഇവിടെ ദായാണ്. ഉദ് പ്ലസ് ഡയതെ. അപ്പൊ ദാ വരുമ്പോ എങ്ങനെയാണ്? ദാ ഈ ദാ ഇവിടെ ദാ ഡായുമായി ചേർന്നപ്പോൾ ദാ ഡായുമായി ചേർന്നപ്പോൾ ഈ ദാ എന്തായി മാറും? ഡായായി മാറും. രണ്ടും ചേരുമ്പോൾ ഇത് തന്നെയാകുന്നു എന്നുള്ളതാണ്. അപ്പോ ഉഡ് പ്ലസ് ഡയതേ എന്നായി. ഉഡ് പ്ലസ് ഡയതേ ചേർത്ത് പറയുമ്പോൾ ഉഡ്ഡയതേ. രണ്ട് ഡാവുന്നു. ഉഡ്ഡയതേ എന്നായി. അതുപോലെ ബൃഹദ് പ്ലസ് ഡ വരും. അതും അതുപോലെ തന്നെ ദ് വന്നു ഡായും വന്നു. അപ്പോൾ ഇവിടെ ഡാ തന്നെ ബൃഹഡ്. ബൃഹഡ് പ്ലസ് ഡമരുഹു. ഡമരുഹു ചേർത്ത് പറയുമ്പോൾ ബൃഹഡമരുഹു. ഡമരുഹു ബൃഹഡമരുഹു എന്നായി. അടുത്ത നോക്കിക്കോളൂ. പൻ പ്ലസ് ടിതഹ. പൻ പ്ലസ് ടിതഹ. ഇതിൽ പിന്നെ നമുക്ക് നേരെ വരുന്നില്ല, പക്ഷെ അതിലേതെങ്കിലും വരികയാണെങ്കിൽ നോക്കിക്കോളൂ. പൻ നീളാണല്ലേ, പക്ഷെ ഇവിടെ ഡായാണ്, ഇവിടെ നായാണ്. എന്നാലും ഇതെന്താണ്? ഷ്ടുഹൂല് വരുന്നതല്ലേ? ഈ ഡ ഷ്ടുഹൂല് വരുന്നതല്ലേ? അപ്പോൾ എന്തായിട്ട് മാറും? ഈ ന എന്നുള്ളത് നേരെയുള്ള നായായി മാറും. ന് എന്നതിന് ശേഷം ഡ വന്നു. ന് എന്നുള്ളത് സ്തോഹയിലുള്ളതാണ്. ഡ എന്നുള്ളത് ഷ്ടുഹൂലുള്ളതാണ്. അതിൽ വന്നാലും മതി, പക്ഷേ തിരിച്ചു വരുന്നത് എങ്ങനെയായിരിക്കും? നാക്ക് അതിൻ്റെ നേരെ വരുന്നത് മാത്രമേ അതിൻ്റെ കൂടെ ചേരുകയുള്ളൂ. രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്നത് ഏതായിരിക്കണം? ഇതിന് നേരെ വരുന്ന ഷ്ടുഹു. നേരെ വരുന്ന ഷ്ടുഹു ഏതാണ്? നായാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതി നോക്കാം? പൻ എന്നുള്ളതിന് നായാവും. അപ്പോൾ പൺ പ്ലസ് ദിദഹ എന്താവും? അപ്പം പണ്ഡിതഹ. പണ്ഡിതഹ. ഇത് മനസ്സിലായില്ലേ? ആദ്യം നേരെ കക്കാൻ വന്നത്. പക്ഷെ എന്നാൽ നമുക്ക് ഷ്ടുഹൂൽ ഏത് വന്നാലും പിന്നെ സ്തോഹോയിലുള്ളതിൻ്റെ നേരെ വരുന്നത് മാത്രമേ ഇതിൽ വരികയുള്ളൂ എന്നാണ്. അടുത്തത് അതുപോലെ സ്വാമിൻ പ്ലസ് ടൗകേ അഹം. സ്വാമിൻ അവിടെ ന്യായാണ്. സ്വാമിൻ പ്ലസ് ടൗകേ അഹം. എന്തോ അതിൻ്റെ അർത്ഥം? ഇച്ചിരി വലിയ ഇതാണ് അല്ലേ? സ്വാമിൻ അല്ലയോ സ്വാമി, ഞാൻ വരുന്നു എന്നുള്ളതാണ്. അല്ലയോ സ്വാമി. സ്വാമിൻ എന്ന് പറഞ്ഞാൽ സ്വാമിൻ, അല്ലയോ സ്വാമി ഞാൻ വരുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അതെങ്ങനെ വരും? അപ്പോൾ ഇവിടെ ന്യായാണ്. പക്ഷേ ഇവിടെ ഠൗ. ആ ഠൗ എന്താണ്? ഠ ഏതായാലും ഷ്ടുഹുവിൽ വരുന്നതാണ്. പക്ഷേ ഇവിടെ നായ്ക്ക് ശേഷം ഷ്ടുഹുവിലുള്ള ഠ വന്നു. അപ്പോൾ എന്തായി മാറും? ഈ എന്തായി മാറണം? നായായി മാറണം. അതെങ്ങനെയെന്ന് നോക്കാം. സ്വാമി നായുടെ സ്ഥാനത്ത് സ്വാമിൻ പ്ലസ് ടൗകേ അഹം ചേർത്ത് പറയുമ്പോൾ സ്വാമിൻ ടൗകേ അഹം. നായി ചേർത്ത് പറഞ്ഞപ്പോൾ സ്വാമിൻ ടൗഹേ അഹം എന്നായി. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൂത്രമാണ് ഷ്ടുഹു എന്ന് പറഞ്ഞു തന്നു. അതെങ്ങനെയൊക്കെ വരുന്നു എന്നും പറഞ്ഞു തന്നു. ഇത് ഷ്ടുത്വ നിയമമാണ്, അല്ലെങ്കിൽ ഷ്ടുത്വ സന്ധിയാണ്. ആ ഷ്ടുത്വത്തിൻ്റെയാണിത്. ഷ്ടുത്വം നമ്മൾ രണ്ടാമത്തതാണ് അല്ലേ? ആദ്യത്തത് ജസ്ത്വ നിയമമാണ്. ജസ്ത്വം എന്താണെന്ന് പറഞ്ഞു തന്നു. ഇതിൽ ഷ്ടുത്വം വന്നു. അപ്പോൾ രണ്ടാമത്തെ കഴിഞ്ഞു. ഇനി അതുപോലെ ഈ വ്യഞ്ജനസന്ധി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ആദ്യം തൊട്ട് കേൾക്കണം.
കാണേണ്ടതാണത്. അതായത് 96ാമത്തെ ക്ലാസ് തൊട്ടാണ് ഈ വ്യഞ്ജനസന്ധി തുടങ്ങിയത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.